ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടുക്കളയിൽ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഞാൻ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. പോയിരിക്കാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് കാല് കാണിക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ അവര് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് പറഞ്ഞു. അപ്പൊ ഒരു 4-5 പേർക്ക് മുന്നേയിട്ട് എത്താറാകുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സർജനാണ്. ഇതുപോലെ ഈ ഷുഗർ വന്നിട്ട് കാലിന് മുറിവും കയ്യിന് മുറിവൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ മുറി വെച്ച് കെട്ടിക്കൊടുക്കലും എല്ലാം ഡോക്ടറിനെയാണ്. അപ്പൊ നല്ല ടൈം എടുക്കും. കാരണം വേറെ അസിസ്റ്റന്റ് ഒന്നും കാര്യമൊന്നുമില്ല. ഡോക്ടർ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. കുറച്ച് പ്രായ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറിനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ടൈം എടുക്കും. അപ്പൊ ഞങ്ങൾക്ക് ആശയ്ക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാം, എനിക്ക് വീഡിയോ ചെയ്യാം, നമ്മുടെ ജോലികൾ നടക്കും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇനിയിപ്പോ ഒരു 2 പേർക്ക് മുന്നേ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴേക്കും ഇപ്പോഴും ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അപ്പൊ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു? ഇനിയുണ്ട് 5-8 പേരുണ്ട്. 5-8 പേരുണ്ട്. അപ്പൊ ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അപ്പോഴേക്കും ഞാൻ രാവിലെ തന്നെ കറിയൊക്കെ ആയി, ചോറായി, കറി വെച്ചു, പിന്നെ എന്താ വഴുതനങ്ങ വറുത്തു. ഇനിയിപ്പോ മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. മുട്ട അതാ പൊടിച്ചോണ്ടിരിക്കുക. അതാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ എല്ലാ പണികളും വേഗം കഴിഞ്ഞു. അവർക്ക് നാളെ, ഇന്ന് പരീക്ഷയുണ്ട്, ഇനി നാളെ സെലിബ്രേഷൻ. അതോടുകൂടിയിട്ട് സ്കൂൾ പൂട്ടും. അപ്പോ പിന്നെ അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആയില്ലേ. ഡോക്ടറെ കണ്ടു വന്നു കേട്ടോ. ഊണ് കഴിക്കാതെ 2 മണിയായി. അപ്പൊ കൊഴപ്പൊന്നുമില്ല അല്ലേ? ഉണക്കുണ്ട്. ആ മുറിവൊക്കെ ഒന്ന് തൂർന്ന് വന്നിട്ടുണ്ട്. എന്നാലും മധുരം ശ്രദ്ധിക്കണം. ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ്. അച്ഛന്റെ വരും. എനിക്ക് ഓർമ്മയില്ല. വെഡിങ് ആനിവേഴ്സറി ആണ്. എത്ര വർഷം? 37ാമത്തെ. ഞങ്ങള് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പറയണത് 37ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എനിക്ക് എത്ര വയസ്സായിണ്ടാവും? ഞാനാ മൂത്ത മോള് കേട്ടോ. അപ്പൊ അതേ ഭക്ഷണം 2 മണിയായി. എനിക്ക് നല്ല വിശപ്പായിട്ടാ. ഞാനേ ഇപ്പൊ പോയിട്ട് വരാട്ടോ. അതിന്റെ കാര്യത്തിന് പോയിട്ട് വരാം. എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ. സുഖം കഴിക്കണമെന്നുണ്ടാവും. അച്ഛനല്ലേ അവിടെ അമ്പലത്തിൽ പോയിട്ട് പായസം കഴിച്ചിട്ട് 1.5 ഗ്ലാസ് 1-2 ഗ്ലാസ് കഴിച്ചു. അപ്പൊ പോണ്ട, ഇവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു എന്ത് ഏറ്റിട്ടില്ലാന്ന് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഈ എന്താ പറയാ, പായസം മധുരം ഒന്നും കഴിക്കണ്ട പറഞ്ഞാലും അത് കാണുമ്പോ ഒരു അല്ലേ. പക്ഷെ കഴിക്കരുത്, ഭഗവാന്റെ കാര്യമില്ല. അതിനാ പറയണ്, ഭഗവാന്റെ അല്ലേ അത്. അതാവുമ്പോ പിന്നെ പായസം കഴിച്ചാലും കുഴപ്പമില്ല, ഒക്കെ ഭഗവാൻ. ദൈവം കൈമറത്തും. നിങ്ങളോട് ആരത് കഴിക്കാൻ പറഞ്ഞു കഴിക്കും. ദൈവം ബുദ്ധിമുട്ടില്ല. നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഊണ കഴിഞ്ഞിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കായിരുന്നു. കുറച്ചേരം ഉറങ്ങി, ഞാനും ഉറങ്ങിയിട്ടേക്ക്. അപ്പൊ തലവേദന കണ്ണട എടുത്ത് വെച്ച് അത് കഴിഞ്ഞപ്പോ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പിള്ളേർക്ക് റവറിലോട്ട് ഉണ്ടാക്കി കൊണ്ടല്ലേ കഴിഞ്ഞല്ലേ? അത് കഴിഞ്ഞു. ഞാൻ പിള്ളേർ റവറിലോട്ട് ഇഷ്ടല്ലേ? അപ്പൊ അത് കഴിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നുണ്ട്. സുഗിയൻ അല്ലേ, സുഗിയൻ, സമൂസ, പിന്നെ എന്നിട്ടാ ഇത് എന്ത് റോളാ? അത് ചിക്കൻ റോള്. എന്താ വേണ്ടേ? ഇത്തിരി മധുരം ഉണ്ട്, കുറച്ച് തരാം. ഇത് ചെറുപയറാണല്ലോ. നമ്മൾ സാധാരണ വാങ്ങുന്ന കടയിൽ തന്നെ വാങ്ങിച്ചു. ഞാനേ അല്ല, സാധാരണ അടുത്ത കടയില്ലേ ചില ഈ സുഖിയൻ തന്നെ കടലപ്പരിപ്പും കടലപ്പരിപ്പ് അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് അത് ഇഷ്ടാ. ഇതെനിക്ക് വലിയ ഇഷ്ടമില്ല. അങ്ങനത്തെ ചായ കുടിക്കുക ഞങ്ങള്. ഇന്നിപ്പോ പോവാൻ നിന്നതായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോവാൻ നിന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നാളെ പോയാൽ മതി. കാരണം ഇനിയിപ്പോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞാലേ ജോലിക്കാരെ തിരക്കുണ്ടാവും വണ്ടി. പിന്നെ അതുപോലെ സ്കൂൾ കുട്ടികളുടെ ആ തിരക്ക് കാലം വെച്ചിട്ട് പോയി കഴിഞ്ഞാലേ അപ്പൊ
ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്നിപ്പോ പോണ്ടെന്ന് വിചാരിച്ചു. ഇല്ല, അച്ഛൻ പറയണത് ഒറ്റയ്ക്ക് പോവാ, അമ്മ വേണം ഇന്നോട്ടെ, അമ്മ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ 2 ദിവസം, അച്ഛൻ പോവാന്ന് അതിന് എനിക്കൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അമ്പലത്തില് ഞാൻ പറഞ്ഞില്ല, വേറെ അമ്പലത്തില് പോയിട്ട് അവിടെ അയ്യപ്പ ഭജന ഉണ്ട്. അപ്പൊ അവിടെ വിളക്കായിരുന്ന സമയത്ത് ഇവിടെ ഉച്ചക്ക് സദ്യയും വൈകുന്നേരത്തെ ഫുഡൊക്കെ ഉണ്ട്. അപ്പൊ ഉച്ചക്ക് സദ്യ കഴിക്കാൻ പോയി, നടന്നു പോയി എന്നാ പറഞ്ഞത്. അപ്പൊ പോയിട്ട് വരി നിന്ന് ലാസ്റ്റ് കുഴഞ്ഞു വീണു പറയാ. കുഴഞ്ഞു വീണ് എന്നിട്ട് പിന്നെ വേഗം ആൾക്കാരൊക്കെ കൂടെ വേഗം ഇതാക്കി വീട്ടിൽ കൊണ്ട് ഇതാക്കി. അപ്പൊ കുറെ നേരം നിന്നതിന്റെയാണ് എന്താന്ന് അറിയില്ല. പിന്നെ പിറ്റേ ദിവസം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. ആ വെയിലത്ത് നിന്നതിന്റെ എനിക്ക് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് അത് അല്ല, എപ്പോഴും നടക്കാറില്ലല്ലോ. അന്ന് നടന്നുപോയി, അന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കൂടുതൽ നടക്കാണ്ടേ പെട്ടെന്ന് ഒരു കുറച്ച് കൂടുതൽ നടന്ന് ഇപ്പൊ ഉണ്ടായതായിരിക്കാം. നടക്കണ്ടെന്ന് പറഞ്ഞതാ, അച്ഛൻ അറിയാണ്ട് നടന്നു. അപ്പൊ എന്തായി, നമ്മൾ എന്നിട്ട് അറിഞ്ഞു. അതിപ്പോ അയ്യോ തീരെ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റൂമിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നടക്കുക എന്നല്ലാണ്ട് കൂടുതൽ നടക്കരുത്. കാരണം അത് മുറിവ് ഉണങ്ങി വരണമല്ലോ. അപ്പൊ ഇന്നിപ്പോ നോക്കി, ഞാനും മുറിവ് നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഒന്ന് തൂർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ 3 ദിവസം കൂടുമ്പോ മുറിവ് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് പഴുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ശ്രദ്ധിക്കുന്നോണ്ടാണ് നമ്മളിവിടെ സ്ട്രിക്റ്റ് ആകുന്നോണ്ടാണ്. വെള്ളം മാറി കഴിഞ്ഞാൽ അതെ ഭയങ്കര ഇതാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വിളിച്ചു ചോദിക്കും, മരുന്ന് അല്ല എന്താണ് മധുരം കഴിക്കുന്നുണ്ടോ, അത് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ പകുതിയൊക്കെ അച്ഛൻ ശരിക്കും പറയും, ബാക്കിയൊന്നും ഒന്നും പറയില്ല അല്ലേ അച്ഛൻ? എന്താ വേണ്ട, സമൂസ വേണം? അമ്മയ്ക്ക് എന്താ വേണ്ട? ഇതിലുണ്ട് സമൂസ തരട്ടെ? പിന്നെന്താ, കഴിച്ചോളൂ ഇതെടുത്തു. അപ്പോ ഇത്തിരി മധുരം, സാധാരണ അമ്മ ഇത്തിരി മധുരം കുറച്ചിട്ടാ ഉണ്ടാക്കാറ്. ഇതിൽ ഇത്തിരി നല്ല മധുരം ഉണ്ട്. നല്ല മധുരം ഉണ്ട് ഇതില്. ടേസ്റ്റ് മധുരം കൂടുന്തോറും പിന്നെ ടേസ്റ്റ്. റവയും കൂടി വറുത്ത് പാലൊഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അതെ അതെ. അപ്പൊ ഇനി അച്ഛനമ്മ നാളെ പോവുള്ളൂ. അപ്പൊ വീട് ഇനിയിപ്പോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് കുറെ ദിവസം നിന്നാലും പറ്റില്ല. പിന്നെ അനിയൻ ജോലിക്കൊക്കെ പോണല്ലേ. അപ്പൊ നാളെ രാവിലെ പോവും അല്ലേ അച്ഛാ? അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് ദിവസം കൂടി ഇവിടെ ഇരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി എന്തായാലും വീഡിയോ നിർത്തണം കേട്ടോ. അതെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.